പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കഴുത്തിൽ ക്രിഷ് താലി കെട്ടി എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് കൃഷിന്റെ മുന്നിൽ. സാഗർ കൃഷിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കൃഷ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഗർ ഇതേ തുടർന്ന് ഇനി നീ എന്താണ് ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. നീ നിന്റെ ഇഷ്ടത്തിന് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീർന്നില്ലല്ലോ. ഇനി എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ? ഇത് കേൾക്കുന്ന കൃഷ് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രശ്നം കൂടുതൽ വഷളായിരിക്കുകയാണ്. മാനസയുടെ വീട്ടുകാർ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് നീ എന്തു മറുപടിയാണ് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോൾ അറിയേണ്ടത്. സത്യം പറയുകയാണ് എങ്കിൽ എനിക്ക് അവരോട് എന്താണ് പറയേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു ഐഡിയയുമില്ല. എന്തെങ്കിലും ഞാൻ പറയുകയാണ് എങ്കിൽ അത് ശരിയായ രീതിയിൽ എടുക്കുന്നതിന് മാനസയും വീട്ടുകാരും തയ്യാറാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ഇല്ല. അവർ തെറ്റിദ്ധരിക്കുന്നതിൽ അവരുടേതായ ന്യായവും അവരുടെ ഭാഗത്തു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും എനിക്ക് അവരെ തെറ്റു പറയാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, ഇനി കൃഷാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. മാനസികയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് മാനസയോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ തനിക്കും സംശയമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ല. ഇത് കേൾക്കുന്ന കൃഷിന്റെ അച്ഛനായ സാഗർ, പിന്നെ എന്തൊക്കെയാണ് നീ ചെയ്തു വെച്ചത്? ഇതൊന്നും അറിയാതെയാണോ നീ ഈ കാര്യമെല്ലാം ചെയ്തത്? നീ ഇപ്പോൾ ഒരു കുടുംബത്തെ മുഴുവനാണ് നാണം കെടുത്തിയത്. മാത്രവുമല്ല, ഇനി മാനസയുടെ കുടുംബത്തോട് ഉത്തരം പറയേണ്ട ചുമതല നിന്റെ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേസമയം അവിടേക്ക് മാനസയും വീട്ടുകാരും കടന്നു വരുന്നത് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാനസയുടെ വീട്ടുകാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു കൃഷ്. എന്നാൽ കൃഷ് മാനസിയെ ഇനി വിവാഹം കഴിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എനിക്ക് കൺമണിയെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നുപോയി, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊരു ചതി ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മാനസ, നീ എന്നെ എൻഗേജ്മെന്റ് റിങ് അണിയിക്കുന്നതിന് മുൻപ് തന്നെ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ? അപ്പോഴും നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന മാനസ, ഇങ്ങനെയൊരു ചതി കൃഷിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ ചീപ്പായി പോയി. എന്തൊക്കെ പറഞ്ഞാലും ഇതെനിക്ക് മറക്കാൻ സാധിക്കുകയില്ല എന്ന് കൃഷിനോട് മാനസ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് കൺമണി വന്നതിനെ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി ചെല്ലുന്ന മാനസ കൺമണിയോട്, കൺമണി എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കൺമണിയെ ഞാൻ അത്രയധികം വിശ്വസിച്ചിരുന്നു. മാത്രവുമല്ല, കൺമണി എന്തൊക്കെ സംഭവിച്ചാലും എന്നെ സഹായിക്കാൻ മാത്രമാണ് ശ്രമിക്കുക എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് കൺമണി നീ തെറ്റിച്ചത്.
കൂടെ നിന്നുകൊണ്ട് എന്നെ ചതിച്ചു. ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ മാഡത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ കൃഷിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്താണോ നീ എന്നെ സഹായിക്കുന്നത്? അത് എന്ത് സഹായമാണ് കൺമണി എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മറുപടി ഇല്ലാതെ കൺമണി നിൽക്കുകയാണ്. ഇതേ തുടർന്ന് കൺമണിയോട്, നീ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും എന്നോട് സത്യം പറയാൻ പോലും തയ്യാറായില്ല. അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത്. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടിനേക്കാൾ കൂടുതൽ കണ്ടിരുന്നു. പക്ഷേ നീ അതുപോലും എന്നെ കണ്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി നീയുമായുള്ള ഒരു കൂട്ടുകെട്ടും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ മാനസ മേഡം എന്ന് വിളിക്കുന്ന കൺമണിയോട്, ഇനി എൻ്റെ പേര് പോലും നീ ഉച്ചരിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മാനസ. നീ ഒരു ചതിയെത്തിയാണ്. ഇത്തരം ചതികൾ ഇനിയും നീ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോകാനൊരുങ്ങുമ്പോഴാണ് മാനസയെ കാണുന്നതിനായി ആൻറ്റിയമ്മ വരുന്നത്. ആൻറ്റിയമ്മയോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ആൻറ്റിയമ്മ മുന്നിലേക്ക് വരികയും, നിന്നെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. എന്തു പറയണം എന്നുപോലും എനിക്ക് അറിയുകയില്ല. പക്ഷേ നീ തളരരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ആൻറ്റിയമ്മ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് സാഗറും സുജയും അവിടെ പകച്ച് നിന്നുപോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.